കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ സ്കോട്ട്ലൻഡ് പോയതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ഞങ്ങൾ ബർമിംഗം എഡിൻബറയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് അവിടുന്ന് റെന്റൽ കാർ എടുത്തായിരുന്നു ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വെളുപ്പിന് 5:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് 8:45 ആയപ്പം. ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരു ഗർഭിണി ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. എഡിൻബറോ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ കാർ എടുത്ത് വയ ടിൻറോം ഞങ്ങൾ പോയത് ഗ്ലെൻകോയിലേക്കാണ്. ഞങ്ങൾ ഗ്ലെൻകോയിൽ കാണാനുള്ള എല്ലാം കണ്ടിട്ട് നേരെ ഗ്ലെൻകോയിലുള്ള മൗണ്ടൻ റിസോർട്ടിലാണ് പോയത്. മെയിൻലി അവിടെ പോയത് തന്നെ അവിടുത്തെ ചെയർ കാർ യൂസ് ചെയ്യാൻ, ലൈക്ക് ഒരു ചെയർ ലിഫ്റ്റ് പോലത്തെ ഒരു സാധനം. ഇതിന് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ടു ബി ഓണസ്റ്റ്. പക്ഷേ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ബോട്ടം ഓഫ് ദ മൗണ്ടൻ ആൻഡ് യുൽ ഗോ to the top of the mountain on the chair and then you'll be coming back. So maybe ഒരു 30 minutes, maybe more than 30 minutes, less than 45 minutes I guess. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു 2:30 ആവുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വന്ന ആദ്യം. ഗ്ലെൻകോയിൽ നിന്നും കുറച്ച് അകലെ ഫോർട്ട് വില്യംസിലാണ് ഞങ്ങൾ സ്റ്റേ ചൂസ് ചെയ്തത്. ഈ സ്റ്റേയുടെ എല്ലാ ഡീറ്റെയിൽസും I'll be giving in the description or in the comment box. As you can see, they have offered a living room, a fully fitted kitchen, 2 bedrooms and a bathroom. ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഡബിൾ ബെഡും മറ്റേ ബെഡ്റൂമിനകത്ത് 2 സിംഗിൾ ബെഡുമാണ് they have offered us. കയറി ചെന്നപ്പോഴേ ഭയങ്കര കംഫർട്ടിംഗ് ആയിരുന്നു, കാരണം you can cook a whole meal in that kitchen. അത് തന്നെ എല്ലാ കാര്യങ്ങളും ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു. And also they have offered us with biscuits, brownies and chocolate. ഞങ്ങൾ എല്ലാം സെറ്റിലാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നേരെ ഹാരി പോട്ടർ ബ്രിഡ്ജ് കാണാനാണ് പോയത്. ഞങ്ങളുടെ സ്റ്റേറ്റ് അടുത്തുനിന്ന് ഒരു 30 minutes away ആണ് ഈ ഗ്ലെൻഫിനൻ വയഡക്ട്. അവിടെയാണ് ഹാരി പോട്ടർ ബ്രിഡ്ജ് ഉള്ളത്. ഈ ട്രെയിൻ ശരിക്കും അറിയപ്പെടുന്നത് ഹാരി പോട്ടർ ട്രെയിൻ എന്ന്, അല്ലെങ്കിൽ ഹോഗ്വാർട്സ് എക്സ്പ്രസ്. പക്ഷേ ഇതിന്റെ റിയൽ നെയിം ദ ജാക്കബൈറ്റ് സ്റ്റീം ട്രെയിൻ എന്നാണ്. ഇത് ഏകദേശം 4 പ്രാവശ്യം ഒരു ദിവസം ഓടുന്നുള്ളതുകൊണ്ട് നമ്മൾ ചെന്ന സമയം അതായതുകൊണ്ട് നമുക്ക് ട്രെയിൻ കാണാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ ദിവസം വന്നിരിക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് ഐലോ സ്കൈയിലേക്കാണ്. നമ്മൾ ചെക്ക്ഔട്ട് എല്ലാം ചെയ്തിട്ട് ഇന്നലെ കാണാൻ പറ്റാത്ത ആ ഹാരി പോട്ടർ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ടാണ് 2 പേര് അവിടെ നിൽക്കുന്നത് കേട്ടോ. ഫോർട്ട് വില്യംസിൽ നിന്ന് ഐലോ സ്കൈ എത്തണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ചൊരു ഫെറി എടുക്കണം. അതുവരെ നമ്മൾ അവിടെയുള്ള എല്ലാ കോസ്റ്റൽ റീജസ്, അതായത് എല്ലാ ബീച്ച് സൈഡും എല്ലാം നമ്മൾ കയറി ഇറങ്ങി കണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ അവസാനം ഫെറിയിലേക്ക് കയറി. ഞങ്ങൾ വെതറും എല്ലാം നോക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല മഴ ഉണ്ടായിരുന്നു. മഴ ഞങ്ങൾക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ആണെന്നും പറഞ്ഞ് ഒന്നും കാണാതിരുന്നൊന്നും ഇല്ല. എൻ്റെ അച്ഛന് ഫുൾ പനിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നടന്നു. നമ്മൾ ഫോർട്ട് വില്യംസിൽ നിന്ന് എല്ലാം കറങ്ങി അവസാനം മലൈക് ഹാർബറിലെത്തി. അവിടെ നിന്നാണ് നമ്മൾ ഫെറി എടുത്ത് ഐലോ സ്കൈയിലേക്ക് പോകും. കണ്ടു ഒരുപാട് വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് വണ്ടികളുടെ ഇടയ്ക്ക് ഞങ്ങളുടെ നീലവണ്ടി കിടക്കുന്നു. നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങി ഫെറിയുടെ സൈഡിലൊക്കെ പോയിരുന്ന എല്ലാ വ്യൂവും കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ടയർഡ് ആയതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള എൻ്റെ ഗർഭിണി ഫ്രണ്ടിനും പറ്റത്തില്ല, കാരണം ആടിയുലയുവാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അവസാനം ഫെറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു അങ്ങോട്ടൊരു 3 hours ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ഐലോ സ്കൈയുടെ എൻഡിലേക്ക് ചെല്ലാനായിട്ട്. ഐലോ സ്കൈയിൽ നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ഇനഫ് വാട്ടർ ആൻഡ് ഫുഡ്. കാരണം അവിടെ കാഫേസ് ഒക്കെ മാത്രമേ ഉള്ളൂ, വലിയ റെസ്റ്റോറൻ്റ് ഒന്നും പ്രതീക്ഷിച്ചാലും പോലെ അവിടെ നിന്ന് കഴിക്കാൻ, കാരണം അവിടെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ഞങ്ങൾ തന്നെ വിശന്നുകൊണ്ട് അവിടുത്തെ ഒരു കാഫേ കയറി ഫുഡ് കഴിച്ച് അവിടെയുള്ള പുറത്തുള്ളൊരു സെറ്റപ്പിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെയും വി സ്റ്റാർട്ടഡ് ആ ജേർണി ടു ദ നെക്സ്റ്റ് പ്ലേസ്. നിങ്ങൾ നോട്ടീസ് ചെയ്തൊന്നും അറിയത്തില്ല, ഞങ്ങളെല്ലാം മാച്ചിങ് ഡ്രസ്സുകളാണ് ചൂസ് ചെയ്തത്. അത് സെക്കൻഡ് ഡേക്ക് മാത്രം. പിന്നെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ മാച്ച് ചെയ്തതല്ലാതെ കോയിൻസിഡൻസ്ലി മാച്ചിങ് ആയി പോയത്. നിങ്ങൾ ഐലോ സ്കൈ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ടു സ്റ്റേ ഫോർ എ 1 night at least, കാരണം അവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൊക്കേഷൻസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഞങ്ങൾ വ്യൂ പോയിന്റ് കാണാൻ പോണ ഒഴിക്കൊരു ഷാലോ വാട്ടർഫോൾ കണ്ടു. അപ്പോൾ അയ്യോ എന്ത് രസം കാണാന്നറിയാം. അതിന്റെ സൈഡിൽ നിൽക്കാൻ ഫോട്ടോ എടുക്കാൻ. എനിക്ക് കൃത്യ ലൊക്കേഷൻ എനിക്ക് അറിയത്തില്ല, കാരണം ഞങ്ങൾ ഫെറി ഇറങ്ങി ഡയറക്റ്റ് വ്യൂ പോയിന്റിലേക്ക് ഗൂഗിൾ മാപ്പ് വെച്ചപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ കണ്ടൊരു സ്ഥലമായത്. എന്റെ പൊന്നോ, നല്ല തണുപ്പും കാറ്റ് വരുന്നു. നമ്മൾ ഓൾറെഡി വെതറെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചൊങ്കി ജാക്കറ്റ്സ് ഒന്നും എടുത്ത് വെക്കാതെ കാഷ്വൽ ക്ലോത്ത്സ് വന്നത്. പക്ഷെ അത് മണ്ടത്തരമായി. ഞങ്ങളെല്ലാം കിടുകിടാ വിറച്ച സത്യം പറഞ്ഞ അവിടെ നിൽക്കുന്ന എക്സ്ട്രീം തണുപ്പായതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് അധികം ഇറങ്ങിയില്ലായിരുന്നു ഈ സ്ഥലത്ത്. അവൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വേഗം തിരിച്ചു പോകുക. ഇവിടെ അവിടെ എല്ലാം കണ്ടിട്ട് പോൺ ദ വേയും കുറേ സ്ഥലങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ഇൻവെർണസിലേക്കാണ്. അവിടെയാണ് നമ്മൾ ഇന്നത്തെ നൈറ്റ് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. ഐലോ സ്കൈയിൽ നിന്ന് 3 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് ഇൻവെർണസിലെത്തി. അവിടെ ലവ് ദോശ എന്ന് പറഞ്ഞൊരു മലയാളി ഫാമിലി റൺ ചെയ്ത റെസ്റ്റോറൻറ്റിൽ നമ്മൾ ടേക്ക് അവേ ഫുഡ് മേടിച്ച് വീട്ടിൽ വന്നു. ഞങ്ങൾ booking.com ഈ സ്റ്റേ കണ്ട് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ഇത്രയും ലക്ഷറി വിചാരിച്ചില്ല. ഒരു ലേക്ക് വ്യൂ വെച്ച് അത്യാവശ്യം നല്ല അടിപൊളി പ്രീമിയം സെറ്റപ്പിലുള്ളൊരു സ്റ്റേ ആയിരുന്നു ഇത്. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെ അടിപൊളി സ്റ്റേ ആയിരുന്നു. ഞങ്ങളുടെ ഇംപ്രസ്ഡ് ട്രിപ്പിൽ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റേയിൽ തന്നെ നിൽക്കുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഫിറ്റഡ് കിച്ചൺ, പിന്നെ വാഷർ, ഡ്രയർ, പുറത്ത് 2 ഡബിൾ സീറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. അടിപൊളി ലേക്ക് വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഡിന്നർ കഴിച്ച് ഇന്നത്തെ രാത്രി ഞങ്ങൾ ഇവിടെയാണ് തങ്ങിയത്. എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. സ്കോട്ട്ലൻഡ് ട്രിപ്പിന്റെ Day 3. സോ എവരിവൺ വെൽക്കം ബാക്ക്. ഇന്നലത്തെ ഓട്ടോപ്പാച്ചിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോത്തുപോലെ കിടന്നുറങ്ങി രാവിലെ
ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളുടെ സ്റ്റേ ഒരു ലേക്കിന്റെ ഫ്രണ്ടിലായിരുന്നു. ആ വ്യൂ ആണിത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പാക്ക് ചെയ്ത് പതുക്കെ ഞങ്ങളെല്ലാം ലോഡ് ചെയ്ത് തിരിച്ച് എഡിൻബറയിലേക്കാണ് പോകുന്നത്. ഇൻവെർനെസ്സിൽ നിന്ന് എഡിൻബറയിലേക്ക് ഏകദേശം ഒരു 3.25 മണിക്കൂർ. പതുക്കെ പാട്ടൊക്കെ കേട്ട് നിന്നും കയറി ഇറങ്ങിയൊക്കെ പതുക്കെയാണ് എഡിൻബറയിലേക്ക് എത്തിയത്. അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരാളെ കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അന്ന് അച്ചാച്ചന്റെ കസിനെയും കളക്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഇതുപോലെ ഒരു 3-4 പാലങ്ങൾ അടുപ്പിച്ചുള്ളത് കണ്ടത്. മൾട്ടിപ്പിൾ റൂട്ട്സ് ആണെന്ന് തോന്നുന്നു സിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒന്ന് ട്രെയിന്, ഒന്ന് കാറ്, അങ്ങനെ പിന്നെ ഒന്ന് ഹെവി, അങ്ങനെ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. പോയത് മഖാനി ഇന്ത്യൻ അറബ് റെസ്റ്റോറന്റിലാണ്. അവിടെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി കേരള ഫുഡ്സ് ആണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാത്തരം ഫുഡും കിട്ടുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. വയറൊക്കെ നിറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള കത്തീഡ്രലിൽ കയറി അവിടെ എല്ലാം കണ്ട് ഞങ്ങൾ എഡിൻബറ സിറ്റിയിലേക്കാണ് പിന്നെ നടന്നു പോകുന്നത്. എനിക്കൊന്നും കാസലിലേക്ക് പോണ വഴിയുള്ള കളേർഡ് ബിൽഡിങ്സും അങ്ങനെയുള്ള സാധനങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ സമയപരിമിതി ഉണ്ട്. എഡിൻബറ വരെ വന്നിട്ട് നമുക്ക് ജോണി വോക്കറിൽ കയറാതിരിക്കാൻ പറ്റത്തില്ല. സ്റ്റാഫ് എല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ സാമ്പിൾസ് വരെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഇത്രയും ആൽക്കഹോൾ എക്സ്പെൻസീവ് ആകാൻ പറ്റുമോന്ന്. ലക്ഷങ്ങൾ വരെയുള്ള ജോണി വോക്കർ കണ്ടപ്പോൾ എന്റെ കീളി പോയി സത്യം പറഞ്ഞു. നമ്മളിവിടെ നിന്നെല്ലാം കണ്ടും കേട്ടും വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് നേരെ വിക്ടോറിയ സ്ട്രീറ്റിലേക്കാണ് പോയത്. മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കളർഫുൾ ആയിട്ടുള്ള വീടുകൾ കണ്ടു. ഇനി നമ്മൾ കളർഫുൾ ബിൽഡിങ്സ് കാണാൻ പോകാം. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊന്നും അടുത്തടുത്തല്ല. അതുകൊണ്ട് നമുക്ക് കാൽനട മാത്രമേ ഉണ്ടായിരുന്നുള്ള ഒരു ഓപ്ഷൻ. എനിക്ക് തോന്നുന്നു ഊബറും എടുക്കാം. പക്ഷെ അത് ഇച്ചിരി കറങ്ങി ചുറ്റിയാ പോകും. എനിക്കൊരു വലിയ താങ്ക്സ് ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയണം. കാരണം ഞങ്ങളുടെ ഐറ്റിനറി ഡേ 1 to 3 എല്ലാം സെറ്റ് ചെയ്ത് തന്ന് എൻ്റെ പള്ളിയിലുള്ള അതിൽ ചേട്ടനാണ്. ആള് താമസിക്കുന്നത് സ്കോട്ട്ലൻഡിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു A to Z ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നത് അതിൽ ചേട്ടനാണ്. അതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ടു യു. ഞങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിസിറ്റ് ആണ് ദ വിക്ടോറിയ കളർഫുൾ സ്ട്രീറ്റ്. ഇവിടെ എല്ലാം കണ്ട് പിന്നെയും ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നേരെ ഊബർ എടുത്ത് ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലത്ത് പോയി വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ കാറെല്ലാം ഡ്രോപ്പ് ഓഫ് ചെയ്ത് നമ്മൾ എയർപോർട്ടിലെത്തി തിരിച്ച് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുമായിരുന്നു. ഔട്ട് ഓഫ് കൺട്രി അല്ലെങ്കിൽ നമുക്ക് ഒരു എപ്പിക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റേ ആണ് കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് booking.com വേറെ നോക്കാവുന്നതാണ്.